നിങ്ങൾ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പല ധാരണകളും ഉണ്ടാവും, മനസ്സിലുണ്ടാവും. ബേസിക്കലി കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഫീൽഡ് വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള, അതായത് കൂടുതൽ സാലറി ഒക്കെ തരുന്ന ഒരു ജോബ് ആണ് എന്നുള്ളതാണ് നിങ്ങളുടെ ധാരണ. ഏറെക്കുറെ ശരിയുമാണ്. എന്നാൽ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് വളരെ എന്താണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ആരും അറിയില്ല. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഭൂരിഭാഗം സമയവും ഒരു കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് ആൾക്കാർക്ക് തോന്നും. ഈ സമയത്ത് നമ്മളുടെ ഇന്റലിജൻസ്, നമ്മളുടെ ബ്രെയിൻ ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. വിസിബിൾ ആയിട്ടുള്ള മറ്റ് ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവൻ എന്താണ് ഇതിന്റെ മുമ്പിൽ ഇരുന്ന് ചെയ്യുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെയ്യുന്ന ടയർസം ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇന്റൻസീവ് ഫോക്കസ് വേണ്ട ഒരു ജോബാണിത്. അപ്പൊ ആ ജോബിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ബേൺ ഔട്ട് ആകാതെ, അതായത് എത്ര കണ്ട് ഇത് ഏത് ആനന്ദത്തോടെ ചെയ്യാൻ പറ്റുമോ അത് അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഈ ഈ ജോലിയിൽ മുന്നോട്ട് പോകാനായിട്ട്, ഞാനിപ്പോ സുധ പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത്. കാരണം ഒരു ഫീൽഡ് താരതമ്യേന എളുപ്പമായിട്ടുള്ള ഒരു മെഡിക്കൽ ഫീൽഡിൽ നിന്നാണ് സുധ വരുന്നത്. സുധ വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇതെന്താണ് ചെയ്യുന്നത്, സുധയെ പരിചയമുള്ള ആൾക്കാർ നേരത്തെ ഇപ്പൊ ഒരു പ്രോഗ്രാമർ എന്നുള്ള നിലയ്ക്ക് കാണുമ്പോൾ പറയും ഇയാൾ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഭൂരിപക്ഷം ആൾക്കാർക്കും അതിന്റെ നമ്മൾ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ വർക്ക് ചെയ്ത് അതിന്റെ ഫലം എടുക്കാൻ അറിയാമെങ്കിലും അതിന് ബാക്കിൽ വരുന്ന ആ എഫേർട്ടിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഈവൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അത് ജ്യോതി മിസ്സിനെ പോലുള്ളവർക്ക് അറിയാം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തേരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് ഓരോ പ്രോഗ്രാമും, എന്തേരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള പ്രോസസ്സാണ് ഇത് എന്നുള്ളത് അറിയാം. അതെന്തേലും ആയിട്ട്. പക്ഷെ അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പ്രൊഫഷനിലേക്ക് നമ്മൾ ഏർപ്പെടുന്നത് കൊണ്ട് നമ്മൾ അത് എൻജോയബിൾ ആക്കുക. അതാണ് ഓരോ സമയത്തും നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ എൻജോയ് ചെയ്ത് ചെയ്യുക. എപ്പോഴാണ് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് അതിൽ താല്പര്യം ഉണ്ടാകും. നമ്മളുടെ പ്രവൃത്തി, നമുക്ക് നല്ല നല്ല സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം എന്നുള്ള ആശയം മനസ്സിലുണ്ടെങ്കിൽ, അത് അടിയുറച്ചതാണെങ്കിൽ, അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതിലേക്ക് നയിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം അതിലേക്ക് നയിക്കുമെന്നുള്ളത് കൊണ്ട് നമുക്ക് വളരെ ആത്മസന്തോഷം. രണ്ട്, ഇത് എസെൻഷ്യലി ഒരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ചാണ്. ഞാൻ ഇവരോട് തിരൂരുകാരോട് പറഞ്ഞിരുന്നു, പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പഠിച്ച ഈ സംഗതികളൊന്നും അല്ല. പ്രോഗ്രാമിംഗ് ഈസ് നത്തിങ് ബട്ട് കോമൺ സെൻസ്. കോമൺ സെൻസ് എന്ന് പറയുന്നത് മാത്രമാണ് പ്രോഗ്രാമിംഗ്. ഞാൻ ഇവരോട് ഒരു തമാശ രൂപേണ തുടങ്ങിയത് മീൻകറി വെക്കാൻ അറിയാമോ എന്നുള്ള ചോദ്യം കൊണ്ടായിരുന്നു. അപ്പോൾ ഷഹാന ഒരു മീൻകറി വെക്കാനൊന്ന് ശ്രമിച്ചു, കുറച്ചൊക്കെ അത് വിജയിക്കുകയും ചെയ്തു. ഇപ്പോ ആ ഒരു എക്സാമ്പിളിലേക്ക് പോകുന്നില്ല, പകരം നമുക്ക് കാര്യമായ ഒരു ഇതിലേക്ക് പറയാം. പ്രോഗ്രാമിംഗ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഉപകരണത്തെ അതിന്റെ ഫങ്ഷണൽ ആസ്പെക്ട്, അതായത് അത് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് അതിന് മനസ്സിലാക്കി കൊടുക്കുന്ന പണിയാണ്. ഏറ്റവും ചുരുങ്ങിയ ഒരു വാക്കിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, കമ്പ്യൂട്ടറിനെ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന പണിയാണ് പ്രോഗ്രാം. പ്രോഗ്രാം തയ്യാർ ചെയ്ത് അതിനോട് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനനുസരിച്ച് പ്രവർത്തിക്കും. അപ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ ഇതൊരു ടൂളാണ്. നമ്മൾ കാൽക്കുലേറ്റർ വന്നപ്പോൾ നമുക്ക് എന്തായി ഗുണം? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, കമ്പ്യൂട്ടേഷൻ, അത് ഒരു പെർസെൻറ്റേജ് കാണണം, അല്ലെങ്കിൽ ഒരു 100 നമ്പറിൽ നിന്ന് ആഡ് ചെയ്ത് അതിന്റെ വാല്യൂ കാണണം. ഇത്തരം കാര്യങ്ങൾ മാനുവലി ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ വളരെ ഈസി ആയിട്ട് ബട്ടണുകളിൽ ഞെക്കി നമുക്ക് ചെയ്യാൻ തുടങ്ങി. അതിനുള്ള ഡിവൈസ് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണെങ്കിലും അതിലൂടെ ഈ കാര്യങ്ങൾ, നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്പറുകളും മറ്റുമൊക്കെ ഓരോ തവണയും ഡിഫറെന്റ് ആണ്. ആ വ്യത്യസ്തമായ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ബോധ്യം. കാൽക്കുലേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൽ സോഫ്റ്റ്വെയർ പാർട്ട് കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം ഹാർഡ് വയർഡ് ആയിട്ട്, അതായത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു കമ്പ്യൂട്ടർ. എന്നാൽ ഒരു കമ്പ്യൂട്ടർ ഒരു ജനറൽ പർപ്പസ് ഡിവൈസ് ആണ്. അതിന്റെ അർത്ഥം നമുക്കതിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാവുന്ന ഉപകരണമാക്കി മാറ്റാം. ഓരോ തവണയും അതിനെ നമുക്ക് നമ്മുടേതായ രീതിക്ക് മാറ്റിയെടുക്കുമ്പോൾ അത് അതിനനുസരിച്ച് പ്രവർത്തിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പാട്ട് കേൾക്കാം.
അല്ലെങ്കിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം, കാണാം, സിനിമ കാണാം. ഓക്കെ, ഇതിനെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ അതിന് ഒരു നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യും. അപ്പൊ ഓരോ പ്രോഗ്രാമും വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കമ്പ്യൂട്ടർ പ്രവർത്തിച്ച് അതിന്റെ ഔട്ട്പുട്ടുകൾ നമുക്ക് തരും. ഇതാണ് അതിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രവൃത്തി, നമ്മളുടെ ജോലി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷ എന്താണ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കോമൺ നോളജിലുള്ള സംഗതി തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ അത് ഇങ്ങനെ പോകുന്നത് നമ്മളെ ആ ഫ്ലോ, അതിന്റെ ആ തിങ്കിങ് പ്രോസസ്സ് ശരിയാക്കാൻ വേണ്ടിയാണ് അതിലൂടെ കടന്നത്. അപ്പൊ എന്താണ് കമ്പ്യൂട്ടർ മനസ്സിലാകുന്ന ഭാഷ? ബൈനറി ആണ്. ഇതൊക്കെ ഒന്നും കേട്ടിട്ടും നിങ്ങൾ ഇത്രയും സമയത്തെ ജീവിതം കൊണ്ട് കണ്ട് കേട്ടുമൊക്കെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബൈനറി ആണ് അതിന്റെ ഭാഷ, അതായത് 1ഉം 0. അപ്പോ നമുക്ക് 1ഉം 0 എഴുതിയാൽ മതി. ഒരു കാര്യം ആലോചിക്കുക, നമ്മളൊരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, ഒരാളുടെ പേര് നല്ല വൃത്തിയായിട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിക്കണം, അത്രേ ഉള്ളൂ ആവശ്യം. പക്ഷെ അത് ചെയ്യാനായിട്ട് നൂറുകണക്കിന് 1ഉം 0യും ഇതിന്റെ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലേക്ക് പ്രത്യേക രീതിയിൽ, അതിന് വേണ്ട രീതിയിൽ അടുക്കി വെച്ച് അതിന്റെ കമ്പ്യൂട്ടറിനോട് അത് ഇന്റർപ്രറ്റ് ചെയ്ത് ചെയ്യാൻ പറയണം. ഇവിടെ ഞാൻ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്, അതാണ് നീ ഉപയോഗിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് അതിനനുസരിച്ച് ചെയ്യും. TDS ആണ്, നമുക്കറിയാമല്ലോ. ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് എത്ര സ്റ്റെപ്പുകൾ ഉള്ളതാണ്. വളരെ ഓരോ സ്റ്റെപ്പുകളും കൃത്യമായിട്ട് അതിന്റെ ഓർഡർ അനുസരിച്ച് ചെയ്ത് തീർക്കുമ്പോഴാണ് നമുക്ക് അതൊരു പ്രോഗ്രാം ആയിട്ട് മാറുന്നത്. അപ്പൊ അതിന് നമ്മളൊരു പേര് പറയും, അത് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അൽഗോരിതം അല്ല സ്റ്റെപ്സ് എന്ന് പറയും. നമ്മൾ പല പേരിൽ പറയാം. നമുക്ക് അൽഗോരിതം എന്ന് പറയാം, ഫ്ലോ ചാർട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള പടങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അതിനെ ആ വർക്കിങ്ങിനെ നമുക്ക് ഡെപിക്ട് ചെയ്യാം. എന്തൊക്കെ പറഞ്ഞാലും അത് അൾട്ടിമേറ്റ്ലി എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അക്കമിട്ട് നിരത്തുന്ന ഒരു കുറുപ്പടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ മീൻകറി ഉണ്ടാക്കാനായിട്ട് ഒരു കുറുപ്പടി വേണം എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിപ്പോ നമ്മളൊരു ചാർട്ട് ഓഫ് പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ചാർട്ട് ഓഫ് പ്രിസ്ക്രിപ്ഷൻ ആണ് അൽഗോരിതം എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ബ്രോഡ്ലി പറഞ്ഞാണ് അൽഗോരിതത്തിന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ ഒക്കെ ഏത് ബുക്കിൽ നോക്കിയാലും കിട്ടും. അതൊക്കെ പയ്യെ ബുക്കുകളൊക്കെ എടുത്തു വെച്ച് വായിച്ചു നോക്കി മനസ്സിലാക്കാം. നമ്മളിപ്പോ അതിന്റെ തിങ്കിങ് പ്രോസസ്സിലേക്ക് വരികയാണ്. അൽഗോരിതംസ് ഉണ്ടാവും. അൽഗോരിതംസ് അനുസരിച്ച് നമുക്ക് ബൈനറി എഴുതാം. പക്ഷെ ബൈനറി എഴുതുന്ന ടേഴ്സ് ആയിട്ടുള്ള, അതായത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ് ആയതുകൊണ്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് വേറൊരു പരിപാടി കണ്ടുപിടിച്ചു. അവര് ചില നിർദ്ദേശങ്ങളുടെ ചുരുക്കെഴുത്തുകൾ ഉണ്ടാക്കി. നിമോണിക്സ് എന്ന് പറയുന്ന തരം. അതായത് കമ്പ്യൂട്ടർ 2 നമ്പർ ആഡ് ചെയ്യാനായിട്ടാണ് ഇൻസ്ട്രക്ഷൻ വേണ്ടത്. ആ ഇൻസ്ട്രക്ഷനെ ആഡ് എന്നങ്ങ് എഴുതി, ഒരു ഇംഗ്ലീഷ് വേർഡ് ആയിട്ട് എഴുതി, ആഡ് എന്ന് എഴുതി. അപ്പോ എന്താ സംഭവിക്കുക? ആഡ് എന്ന് എപ്പോ പറഞ്ഞാലും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഇൻസ്ട്രക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് എഴുതിയ ആളിന് പറയാം. കമ്പ്യൂട്ടറിലേക്ക് ഇത് മാറ്റി കൊടുക്കാനായിട്ട് ഒരു പ്രത്യേകതരം പ്രോഗ്രാമും എഴുതി വെച്ചു. അതിന് പറയുന്ന പേരാണ് അസംബ്ലർ. അസംബ്ലർ എന്ത് ചെയ്യും? ഈ നിമോണിക്സ്, ആഡ്, സബ്ട്രാക്ട്, അങ്ങനെ തുടങ്ങി നമുക്ക് മനസ്സിലാകുന്ന, സെമി ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന തരം ഇൻസ്ട്രക്ഷനുകളെ അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി ആക്കി മാറ്റി കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന പ്രോഗ്രാം, അതിനാണ് നമ്മൾ അസംബ്ലർ എന്ന് പറയുന്നത്. ഇത്തരം ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. ടൂൾസ് ഉപയോഗിക്കുന്ന ഒരു സ്പീഷീസ് ആണ് ഹ്യൂമൻ ബീയിങ്സ്. പിന്നെ ഉള്ളത് ചിമ്പാൻസി, അതുപോലുള്ള ഏതാനും പ്രൈമേറ്റ്സുകൾ മാത്രമാണ് ടൂൾസ് ഉപയോഗിക്കുന്നത്. ചില കാക്ക അതുപോലുള്ള ജീവികളും ടൂൾസ് ഉപയോഗിക്കുന്നത് ഇന്റലിജൻസിന്റെ ലക്ഷണമാണ്. അപ്പോൾ ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഈ നമ്മളുടെ ടാസ്ക്, ജോലി എളുപ്പമാക്കി. അങ്ങനെ അസംബ്ലേഴ്സ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് വന്നു. കുറച്ചുകൂടെ ആയപ്പോൾ ഈ അസംബ്ലേഴ്സും ഒരു TDS പ്രോസസ്. കാരണം ഒരു ഇൻസ്ട്രക്ഷൻ കറസ്പോണ്ടിങ് ഒരു വേർഡ് ഉണ്ടാവും. ആഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഡ്, സബ്ട്രാക്ട് എന്നൊക്കെ പറഞ്ഞ ഓരോ വാക്കുകൾ ഉണ്ടാവും. കാര്യം കുറച്ചേ ഉള്ളെങ്കിൽ പോലും ഒരു വലിയ കാര്യം, ഒരു പ്രോഗ്രാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു വലിയ കാര്യം ചെയ്തു തീർക്കാനായിട്ടുള്ള സ്റ്റെപ്പുകൾ എഴുതി വരുമ്പോൾ അത് തന്നെ ലക്ഷക്കണക്കിന് ലൈൻസ് വരുന്നു. ഇത് ഒരു മനുഷ്യനും ഓർമ്മയെ വെച്ചുകൊണ്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ അത് ഡോക്യുമെന്റഡ് ആയിട്ട് പേപ്പറിൽ എഴുതി വെക്കാം. ഓക്കെ, പേപ്പറിൽ എഴുതി വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ എന്നാലും ഇതിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ, ഒരു 2 തരം തെറ്റുകളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു പ്രോഗ്രാമിൽ, അല്ലെ? നമ്മളുടെ എഴുതുന്നതിലെ തെറ്റ്, എഴുതുന്നത് ശരിയായ രീതിയിൽ എഴുതാത്തത് കൊണ്ട് വരുന്ന തെറ്റിനെ സിൻടാക്സ് എറർ എന്നാണ് നമ്മൾ പറയാറ്. പ്രോഗ്രാമേഴ്സ് പൊതുവെ പറയുന്ന ഒരു വാക്കാണ് സിൻടാക്സ് എറർ, എഴുതുന്നതിലെ തെറ്റ്. അല്ലെങ്കിൽ ആ ലാംഗ്വേജ്
ഞാൻ പറയുമ്പോൾ തെറ്റിച്ച് പറഞ്ഞു. ഞാൻ ഇപ്പോൾ തന്നെ ഒന്ന് രണ്ട് വാക്കുകൾ തെറ്റിച്ച് പറഞ്ഞു, എന്നിട്ട് ഞാനത് തിരുത്തി. അപ്പൊ അതൊരു സിന്റാക്സ് എറർ. പിന്നെ ലോജിക് മിസ്റ്റേക്ക്, ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു, അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് സൈക്കിൾ ഓടിക്കുന്ന ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതൊരു ലോജിക് മിസ്റ്റേക്ക് ആവും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം എൻറ്റയർലി വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ അതൊരു ലോജിക്കൽ മിസ്റ്റേക്ക്. അപ്പൊ അത്തരം എറർ, രണ്ടു തരം എററുകളുണ്ട്. ലോജിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ സിന്റാക്സ് എറേഴ്സ്. ഇത് രണ്ടും കൂടാതെ വേറൊരു തരം എറർ ഉണ്ട്, റൺ ടൈം എറർ എന്ന് പറഞ്ഞ് വേറൊരു തരമുണ്ട്. അതായത് ഇതെല്ലാം സംഭവിച്ചു, നമുക്ക് ഇത് പ്രോഗ്രാമൊക്കെ റൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിന്റെ ഒരു ഭാഗം പൊട്ടിപ്പോയി, തീർന്നു. അപ്പൊ ഈ എററൊന്നും നമുക്ക് മുൻകൂട്ടി കാണാനൊക്കത്തില്ല, അതിന് തടസ്സം നിൽക്കാനും പറ്റത്തില്ലാത്തത് കൊണ്ട് അത്തരം സംഗതികളെ റൺ ടൈം എറർ എന്ന് പറയും. ബാക്കി രണ്ടെണ്ണവും മനുഷ്യന്റെ ഇന്റർവെൻഷൻ കൊണ്ട് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. സിന്റാക്സ് എററും ലോജിക്കൽ എററും. ലോജിക്കൽ എറർ എപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്? പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിലൂടെ നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് അതിന് ലോജിക്കൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അത് നമുക്ക് തിരുത്താം. സിന്റാക്സ് എററും തിരുത്താം, കാരണം അത് എഴുതിയത് ശരിയല്ലെങ്കിൽ എങ്ങനെയാണോ എഴുതേണ്ടത് അതേപടി മാറ്റി എഴുതുമ്പോൾ അത് ശരിയാവും. എന്നാൽ റൺ ടൈം എറർ എന്ന് പറയുന്നത് നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അത് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നതാണ്, നമ്മളുടെ കൺട്രോളിലല്ലാത്ത എന്തെങ്കിലും കാര്യം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് അൺഅവോയ്ഡബിൾ ആണ് റൺ ടൈം. അപ്പൊ അത്ര എററുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് തിരുത്തുക. ഈ രണ്ട് കാര്യങ്ങളെ, അതായത് ലോജിക്കൽ എററേയും സിന്റാക്സ് എററേയും തിരുത്തുന്നതിന് ഡീബഗ്ഗിംഗ് എന്നാണ് കോമൺലി പറയുന്നത്. പ്രോഗ്രാമേഴ്സ് പറയുന്ന ഒരു വാക്കാണ്. ഈ വാക്കുകളൊക്കെ ഇനിയും ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല തവണയും ആവർത്തിക്കുക. അപ്പോൾ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് ഡീബഗ്ഗിംഗ്. ഡീബഗ്ഗിംഗ് മീൻസ് നമ്മളെ പ്രോഗ്രാമുകളിലെ തെറ്റ് തിരുത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എവിടെയായിരുന്നു? അസംബ്ലർ എന്ന് പറയുന്ന കമ്പ്യൂട്ടേഷൻ. അപ്പോൾ അസംബ്ലറിലും പ്രോഗ്രാം എഴുതുന്നതും ഒരു വലിയ ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. കാരണം ഓരോ ഇൻസ്ട്രക്ഷനും കൈകൊണ്ട് പെറുക്കി എഴുതുന്ന പോലെ ഇങ്ങനെ 100,000 ലൈനുകൾ, 10,000 ലൈൻ, 20,000 ലൈൻ ഒക്കെ എഴുതിയിട്ട് അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എവിടെ കണ്ടുപിടിക്കും, എങ്ങനെ കണ്ടുപിടിക്കും? വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് എഞ്ചിനീയേഴ്സ് കുറച്ചുകൂടെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഉള്ള പ്രോഗ്രാമുകൾ എഴുതിയാൽ എങ്ങനെ ഇരിക്കും, എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് ഇൻസ്ട്രക്ഷൻസ് ആക്കി മാറ്റാനുള്ള ടൂൾസ് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ അത്തരം സൗകര്യങ്ങളിലേക്ക് വന്നപ്പോൾ പ്രോഗ്രാമിങ്ങില് വന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ HLLs എന്നൊക്കെ ബുക്കുകളിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം ഹൈ ലെവൽ ലാംഗ്വേജ്, ഹ്യൂമൻ റീഡബിൾ ലാംഗ്വേജ്. അവരുടെ ഉദ്ദേശം തന്നെ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ചുകൂടെ ഇംഗ്ലീഷ് ലൈക്ക്. അതാണ്, ഇംഗ്ലീഷിലാണ് മിക്കവാറും ആദ്യകാല കമ്പ്യൂട്ടറുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഇംഗ്ലീഷിലായിരുന്നുകൊണ്ട് ഇംഗ്ലീഷ് ലൈക്ക് ആയിട്ടുള്ള ലാംഗ്വേജുകൾ ഉപയോഗിക്കാനായിട്ട്. ഇങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ ഉദയം. ഹൈ ലെവൽ ലാംഗ്വേജുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആദ്യകാല ഹൈ ലെവൽ ലാംഗ്വേജുകൾക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കോബോൾ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. ഇപ്പൊ 1959-60കളിൽ ഉണ്ടായ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് കോബോൾ. കോബോൾ മീൻസ് കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് എന്നുള്ളതിന്റെ ഒരു ചുരുക്കമാണ്. പിന്നെ ബേസിക് കേട്ടിട്ടുണ്ടാവും, ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് എന്നുള്ളതിന്റെ ഒരു ചുരുക്കമാണ് ബേസിക് എന്ന് പറയുന്നത്. ബേസിക് എന്നുള്ള വാക്ക് തന്നെ ഏറ്റവും അടിസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. അതോടൊപ്പം ഇങ്ങനെയാണ് അതിന്റെ ഒരു എക്സ്പാൻഷൻ പറഞ്ഞത്, ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ. അങ്ങനെയൊക്കെ തുടങ്ങി ഇപ്പോൾ നിലവിൽ ഏകദേശം 6,000-ഓളം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകള് വിവിധ കാര്യങ്ങൾക്കായിട്ട് ലോകത്തെമ്പാടും ഉപയോഗിക്കും. ചിലതൊക്കെ സ്പെഷ്യലൈസ്ഡ്, പ്രത്യേക തരം പ്രോഗ്രാമുകൾ എഴുതാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്. എന്നാൽ ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏത് തരം പ്രോഗ്രാം എഴുതാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. അത്തരം ലാംഗ്വേജുകളെ നമ്മൾ ജനറൽ പർപ്പസ് ലാംഗ്വേജ് എന്ന് പറയും. നിങ്ങള് ഇപ്പം ഇവിടെ ആരാധന പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ C++. C++ ഈസ് എ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ പ്രോഗ്രാം. അത് ഉപയോഗിച്ച് എന്ത് വേണേലും, എന്ത് തരം പ്രോഗ്രാം വേണേലും എഴുതാൻ പറ്റും. ആക്ച്വലി C++ ഈസ് വെരി പവർഫുൾ. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലിൽ വരെയുള്ള പ്രോഗ്രാമുകൾ എഴുതാനായിട്ട് പറ്റും. ജാവ കേട്ടിട്ടുണ്ടാവും, PHP, വെബ് സ്ക്രിപ്റ്റിംഗ്. അപ്പൊ ഇതെല്ലാം. അപ്പൊ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ എങ്ങനെ ഇത് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അതിന് രണ്ട് വഴിയുണ്ട്. ഒന്ന്, പ്രോഗ്രാം നമ്മൾ എഴുതുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോഡിംഗ് ഉപയോഗിച്ചാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആസ്കി കോഡ്സ് ആയിട്ടാണ് പ്രോഗ്രാം എഴുതുന്നത്. ആസ്കി കോഡ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ്
കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്, ആസ്കി. ഇസ്കി എന്ന് പറഞ്ഞ് വേറൊന്നുണ്ട്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പം ആ നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല, കാരണം ബൈനറിയും നമ്പറും ഡിജിറ്റ്സും തമ്മിൽ ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട്. അതായത് ഏത് നമ്പറിന് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബൈനറി നമ്പർ കണ്ടുപിടിക്കാം, അത് കുഴപ്പമില്ല. എന്നാൽ ആൽഫബറ്റ്, ഒരാളുടെ പേര് സ്റ്റോർ ചെയ്യണം, അല്ലെ ഒരാളുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണം എന്നൊക്കെ വരുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഇത് കമ്പ്യൂട്ടറിനകത്ത് സൂക്ഷിക്കുന്നത്? കമ്പ്യൂട്ടറിൽ ആകപ്പാടെ 0യും 1ഉം മാത്രമേ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അവ എങ്ങനെ ചെയ്യണം? അപ്പൊ ആ കണ്ടുപിടിച്ച വഴിയാണ് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോഡിങ് ഉപയോഗിക്കാം. നമ്മൾ കോഡ് പദങ്ങൾ ഉപയോഗിക്കാം. എന്താണ്? ഫോർ എക്സാമ്പിൾ 65 എന്ന നമ്പർ കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്താൽ അത് എ എന്നാണെന്ന് മനസ്സിലാക്കുക. 66 ആകുമ്പോൾ ബി ആണെന്ന് മനസ്സിലാക്കാം. സോ ഇപ്പൊ നമുക്ക് എളുപ്പമായി, കാരണം നമ്മൾ ABCD സ്റ്റോർ ചെയ്യണമെങ്കിൽ 65, 66, 67, 68 എന്ന് കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്താൽ. അപ്പൊ ഇത്തരം ഒരു ഇന്റർചേഞ്ചിങ്ങിനുള്ള കോഡിംഗ് സംവിധാനമാണ് ആസ്കി എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സാധാരണഗതിയിൽ നോൺ ന്യൂമറിക് ആയിട്ടുള്ള ഡേറ്റ എല്ലാം കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത്തരം കോഡുകളുടെ പ്രയോജനം അതാണ്. നമുക്ക് നോൺ ന്യൂമറിക് ആയിട്ടുള്ള കോഡുകള് അല്ലെ ഡേറ്റ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള കോഡിംഗ് മെക്കാനിസം ഉപയോഗിക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആസ്കി കോഡിംഗ് ആണ്. പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഇത്തരം നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതപ്പെടുന്ന പ്രോഗ്രാമുകള് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുക ആസ്കി വാല്യൂസ് ആണ്. അതുകൊണ്ട് അതിനെ ആസ്കി ഫയൽസ് എന്നോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫയൽസ് എന്നോ പറയും. സോഴ്സ് കോഡ് എന്നും പറയും. നമ്മൾ എഴുതി വെക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെ സോഴ്സ് കോഡ് എന്ന് പറയും. അത്തരം സോഴ്സ് കോഡുകൾ ആണ് എന്ത് ഉപയോഗിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ടൂൾ ഉപയോഗിച്ച് വേണം ഇതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക്, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അത്തരം ടൂൾസിനെ നമ്മൾ 2 തരത്തിലുള്ള ടൂൾസ് പറയും. ഒന്ന് ഇന്റർപ്രറ്റർ, അതായത് നമ്മൾ പദാനുപദം തർജ്ജമ ചെയ്യുക, അതാണ് ഇന്റർപ്രറ്റർ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതാണ് ഇന്റർപ്രറ്റർ. നമുക്കറിയാമല്ലോ, എല്ലാവരും പ്രസംഗിക്കുമ്പോൾ അതിന്റെ നമ്മുടെ ഭാഷയിൽ അല്ലെങ്കിൽ അത് നമ്മുടെ ഭാഷയിലേക്ക് മാറ്റി പറയാൻ ഒരാളെ നമ്മൾ ഏർപ്പാടാക്കും. അവരെങ്ങനെയാണ്? ഒരു സെന്റൻസ് കേൾക്കും, എന്നിട്ട് അതിനനുസരിച്ച് ഉള്ള മലയാളം പറയും. രണ്ടാമത്തെ സെന്റൻസ് കേൾക്കും, എന്നിട്ട് അത് മലയാളം. ഇങ്ങനെ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് നമ്മളുടെ സോഴ്സ് പ്രോഗ്രാമിനെ കറസ്പോണ്ടിങ് ബൈനറി ആയിട്ട് മാറ്റി അതിനെ കമ്പ്യൂട്ടറിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്ന രീതിക്കാണ് ഇന്റർപ്രട്ടേഷൻ അല്ല ഇന്റർപ്രറ്റർ എന്ന് പറയുന്ന ടൂൾ. അതൊരു തരം. രണ്ടാമത്തെ തരം ടൂൾ എന്ന് പറയുന്നത് കമ്പൈലേഴ്സ് എന്നറിയപ്പെടുന്നു. എന്താണ് കമ്പൈലേഴ്സ് ചെയ്യുന്നത്? അത് ഇങ്ങനെ പദാനുപദം ചെയ്യില്ല, പകരം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പ്രോഗ്രാം മൊത്തമായിട്ട് എടുത്ത് അതിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് പ്രോഗ്രാമിന്റെ മെമ്മറിയിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ മറ്റും സൗകര്യങ്ങൾ വേറെ അതാത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് നമുക്ക് പദാനുപദം വിവർത്തനം ഒന്നും ചെയ്യേണ്ട, നേരിട്ട് എല്ലാം കൂടെ വിവർത്തനം ചെയ്ത് ബൈനറി ആക്കി വെക്കും. അത്തരം പ്രോഗ്രാമുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് എക്സിക്യൂട്ടബിൾ ഫയൽസ്. അത്രയും എക്സിക്യൂട്ടബിൾസ് ജനറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകളെ നമ്മൾ കമ്പൈലർ എന്ന് പറയും. കമ്പൈലർ എന്ന് പറയുന്ന ഇതൊക്കെ ഞാൻ പറയുന്നു, ഇതിന്റെ ഒക്കെ എന്താണ് ഡെപ്പിക്ഷൻ, ഗ്രാഫ് അതുപോലുള്ളതൊക്കെ സി പ്രോഗ്രാമിന്റെ ഏതെങ്കിലും ബുക്ക് എടുത്താൽ അതിന്റെ ബിഗിനിങ്ങിൽ ഉണ്ടാവും. അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചുള്ള ഏത് ബുക്ക് എടുത്താലും അതിന്റെ ബിഗിനിങ്ങിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ കോർ ആയിട്ടുള്ള ഐഡിയ പ്രോഗ്രാമിങ്ങിലേക്ക് ആയതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അത് നോട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിൽ കൂടുതൽ വായിച്ച് മനസ്സിലാക്കണം. സോ കമ്പൈലർ എന്ന് പറയുന്ന സെന്റൻസ് നമ്മൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് 1972 ബ്രയൻ കണിംഗ്ഹാം ആൻഡ് ഡെന്നിസ് റിച്ചി എന്ന് പറയുന്ന 2 എഞ്ചിനീയേഴ്സ് ആണ് ഡെവലപ്പ് ചെയ്തത്. അവർക്ക് ഒരു പ്രോജക്റ്റ് കൊടുത്തു. അപ്പോൾ അവരൊരു PDP-11 എന്ന് പറയുന്ന ഒരു മെഷീനിലാണ്, അത് പഴയ കാലത്ത് സൂപ്പർ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ പോലത്തെ ഒരു കമ്പ്യൂട്ടറാണ്. അതിൽ ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ അവരുടെ എക്സിസ്റ്റിംഗ് ടൂൾസ് ഒന്നും തന്നെ ഈ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അവർ അതിനുവേണ്ടി പുതിയൊരു ലാംഗ്വേജ് കണ്ടുപിടിച്ചു, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ലാംഗ്വേജ് കണ്ടുപിടിച്ചു. ആ ലാംഗ്വേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പൈലർ എഴുതിയത് PDP-11 അസംബ്ലി ലാംഗ്വേജിലാണ്. അത് കമ്പൈലർ എഴുതി കഴിഞ്ഞപ്പോൾ C പ്രോഗ്രാമുകൾ അവർക്ക് കമ്പൈൽ ചെയ്യാൻ പറ്റും. പിന്നീട് ഈ കമ്പൈലർ തന്നെ C പ്രോഗ്രാമിൽ എഴുതി വീണ്ടും അതിനെ കൊണ്ട് തന്നെ സെൽഫ് കമ്പൈൽ ചെയ്ത് വീണ്ടും ഒരു ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനെ കൊണ്ട് തന്നെ അതിന്റെ കമ്പൈലറും കമ്പൈൽ ചെയ്യുക. വളരെ പവർഫുൾ ആയിട്ടുള്ള
ലാംഗ്വേജ് ആണ്. പക്ഷെ എന്താണ് ഹാർഡ്വെയറുമായിട്ട് ഡയറക്റ്റ് ടോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് അല്ലെ അസംബ്ലി ലാംഗ്വേജുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് സിയിലെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നതിനെ കഴിഞ്ഞും കൂടുതലായിട്ട് മിഡിൽ ലെവൽ ലാംഗ്വേജ് എന്നാണ് പറയുക. കാരണം ഇറ്റ്സ് എ ക്രോസ് ഓഫ് ബോത്ത് അസംബ്ലി ലാംഗ്വേജ് ആൻഡ് പവർഫുൾ അസംബ്ലി ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. എല്ലാ കൺസെപ്റ്റും ഉണ്ട്. ഒരു ലോ ലെവലിൽ പ്രവർത്തിക്കാനും പറ്റും, ഹൈ ലെവൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ലിനക്സ് എന്ന് പറയുന്ന യുണിക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊത്തമായും ഏകദേശം 99% എഴുതപ്പെട്ടിട്ടുള്ള സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ്. ഒന്ന് വിചാരിക്കുക, ഒരു കമ്പ്യൂട്ടറിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോഗ്രാം സി എന്ന് പറയുന്ന ലാംഗ്വേജിലുണ്ട്. ഏതാനും ചെറിയ കാര്യങ്ങൾ മാത്രം ആണ് ഇതിലേക്ക് അസംബ്ലി ലാംഗ്വേജിൽ എഴുതേണ്ടി വന്നു. ബാക്കി അതുകൊണ്ട് തന്നെ വളരെ പോർട്ടബിൾ എന്നുള്ള ഐഡിയ ഒക്കെ യൂണിക്സിൽ വന്നു. യൂണിക്സിന് ശേഷം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ, എന്നാലും ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊത്തമായും എഴുതപ്പെട്ടിട്ടുള്ളത് സിയിലാണ്. പിന്നെ അതിനിടയ്ക്ക് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു ടാനൻബോം എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഉണ്ട്, വലിയ പ്രൊഫസറാണ്. അദ്ദേഹം ആണ് ഈ മിനിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. അതിന്റെ എൻ്റയർ സോഴ്സ് കോഡ് ആ ബുക്കിന്റെ അവസാനം അവൈലബിൾ ആണ്. ടാനൻബോമിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ബുക്കിന്റെ അവസാനം അതിന്റെ സോഴ്സ് കോഡ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അതും എഴുതപ്പെട്ടിട്ടുള്ളത് സിയിലാണ്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നേരത്തെ C++ പഠിച്ചവര് ചില വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകണം. പ്രോപ്പർ ഐ ആം ടോക്കിംഗ് അബൌട്ട് പ്യുവർ സി. പ്യുവർ സി എന്ന് പറയുന്നതിന് സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിന് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആൻസി സ്റ്റാൻഡേർഡ് എന്ന് പറയും. അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിനുള്ള ആൻസി സ്റ്റാൻഡേർഡ് ഉണ്ട്. അങ്ങനെ നോൺ സ്റ്റാൻഡേർഡും ഉണ്ട്. അതായത് ഈ കമ്പൈലർ ഇറങ്ങിക്കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് ശേഷം വിവിധ യൂണിവേഴ്സിറ്റികളും വിവിധ കമ്പനികളും അവരുടേതായ സി കമ്പൈലർ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ സി കമ്പൈലർ അവരുടെ കമ്പൈലറിനകത്ത് അവർക്ക് പറ്റുന്ന തരത്തിലുള്ള അവർക്ക് അവരുടേതായ ചില ഗുണങ്ങളൊക്കെ ചേർത്ത് വേണം ആയിരിക്കും അവരുണ്ടാക്കുക. അപ്പൊ അങ്ങനത്തെ നോൺ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് വന്നപ്പോഴത്തേക്കും ഇതെങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ആൻസി സ്റ്റാൻഡേർഡ് ഒരു പ്രഖ്യാപിത സ്റ്റാൻഡേർഡ് ആയിട്ട് മാറുകയും ബേസിക്കലി സി പ്രോഗ്രാമിൽ എന്താണോ കണിങ്ങാവും റിച്ചിയും പറഞ്ഞത് അത് അതേപടി തന്നെ ഫോളോ ചെയ്യുന്ന ഒരു കമ്പൈലർ വേണം. അഡീഷണലി എന്തെങ്കിലും കൊടുക്കണേ കൊടുത്തു, അത് കുഴപ്പമില്ല. പക്ഷെ മിനിമം റിക്വയർമെന്റ്, അതായത് ഏത് പ്രോഗ്രാം എടുത്താലും അത് ആൻസി സിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളെങ്കിൽ ഏത് കമ്പൈലറും അത് കമ്പൈൽ ചെയ്ത് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ബൈനറി കോഡ് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഒരു സ്റ്റാൻഡേർഡൈസേഷന്റെ ഗുണം. അങ്ങനെയുള്ള ആൻസി സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പൊ അതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സി പ്രോഗ്രാമിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു കാര്യങ്ങൾ, വേറെ ലാംഗ്വേജ് പഠിച്ച കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി, ഒരു കോമൺ സെൻസ് ആക്ടിവിറ്റി ആണ്. നമുക്ക് ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യിക്കണം, ഇത് ആലോചിച്ച് ഓരോരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് പ്രോഗ്രാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെ പ്രിലിമിനറി സെഷൻ എന്ന് പറയുന്ന സംഗതി നമുക്ക് ഇവിടെ നിർത്താം. ഇനി നമുക്ക് പുതിയ ആൾക്കാർക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്, ഞാൻ എങ്ങനെയാണ് ഒരു സി പ്രോഗ്രാം ഇരിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മൾ കമ്പൈൽ ചെയ്യുന്നത്, ഈ കാര്യങ്ങളിലാണ് രണ്ടാമത് തിരൂരുകാരോട് പറഞ്ഞത്. ഞാൻ ആ പോർഷനിലേക്ക് കടക്കുകയാണ്. ഞാൻ എൻ്റെ സ്ക്രീന് ഷെയർ ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു കമാൻഡ് പ്രോംപ്റ്റ് CMD എന്നുള്ളത്. ഞാൻ ഇവിടെ പ്രോഗ്രാമിങ്ങിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇതോടൊപ്പം പരിചയമുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ലാബില് നിങ്ങളുടെ ടീച്ചേഴ്സ് അത് കാണിച്ചു തരും. സോ കമാൻഡ് പ്രോംപ്റ്റ് ഞാൻ ഇവിടെ ഓൾറെഡി കുറെ പ്രോഗ്രാംസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിസ്കഷൻ. ഇതെന്താണെന്നുള്ള CD എന്താണ്, ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് നിങ്ങളുടെ ലാബില് ടീച്ചേഴ്സ് ഇത് പറഞ്ഞു തരും എന്താണ്. ഞാനിപ്പോ അതിന്റെ
ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, പകരം ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി, ഒരു പ്രോഗ്രാം എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ കാണിക്കാനും അതിന്റെ വർക്കിംഗ് എന്താണെന്ന് കാണിക്കാനും വേണ്ടി മാത്രമാണ് ഇത് എടുത്തിരിക്കുന്നത്. ഈ എന്താണ് ഞാനിവിടെ ചെയ്യുന്നത്, ഈ കമാൻഡ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ വിശദമായിട്ട് നിങ്ങളുടെ ലാബിലെ ട്യൂട്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് വിചാരിക്കും. നമ്മളിവിടെ ഡിസ്കഷൻ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മുമ്പോട്ട് വരും. സംശയം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അതിനനുസരിച്ച് അത് കാര്യങ്ങൾ വിശദമാക്കട്ടെ. ഞാനൊരു എഡിറ്റർ ഉപയോഗിക്കുന്നു. ഓക്കെ, യു ആർ നോട്ട് സീയിങ് ഇറ്റ്. ഞാൻ ഒരു പ്രശ്നം കാണിച്ചാൽ ഷെയർ ചെയ്ത സ്ക്രീനല്ല ഞാൻ ഷെയർ ചെയ്ത്, ഞാൻ ആ ഒരു കാണാനായിട്ട്. Okay, now you can see screen. Okay, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്ക് വരാം. ഓക്കെ, ഞാൻ എഴുതുന്നത് ഹലോ വേൾഡ് എന്ന് പറയുന്നത്. ഈ സാധാരണഗതിയിൽ നമ്മൾ പ്രോഗ്രാമേഴ്സ് ഒരു ചെറിയ പണി ചെയ്യും. ഏത് ലാംഗ്വേജ് പുതുതായിട്ട് പഠിച്ചാലും അതിനകത്തൊരു ഹരിശ്രീ കുടിക്കുക എന്ന് പറയുന്ന ഒരു ഇടപാടുണ്ട്. അപ്പൊ ഹരിശ്രീ കുടിക്കുന്ന മിക്കവാറും എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഒരു പ്രോഗ്രാം ഉണ്ടാക്കുക, ഹലോ വേൾഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടാക്കും. ഇതാണ് മിക്കവാറും എല്ലാ ലാംഗ്വേജിലും തുടങ്ങുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം എഴുതാം. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ട്, ഇതൊക്കെ എന്നാണെന്ന് ഇപ്പോൾ ചോദിക്കണ്ട, ഇത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തു. ഇതിപ്പോ എന്താണെന്നുള്ളത് മനസ്സിലാക്കണ്ട. നിങ്ങൾ കണ്ടു. ഞാൻ സേവ് ചെയ്തു. ഇതിപ്പോ ഫയൽ എഡിറ്റർ ആണ്. പലതരത്തിലുള്ള എഡിറ്ററുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് ഞാൻ ഉപയോഗിക്കുന്ന സബ്ലിം എഡിറ്റർ എന്ന് പറയുന്ന, സബ്ലിം ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. അവിടെ നിങ്ങളുടെ ലാബില്, എനിക്ക് തോന്നുന്നു കോഴിക്കോട് ലാബില് വിൻഡോസ് സിസ്റ്റം ആണോ ലിനക്സ് സിസ്റ്റം ആണോ? അത് കണ്ടിരുന്നോ? ആരെങ്കിലും കണ്ടിരുന്നോ? നിങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ നിങ്ങൾ ലാബിൽ പോയി തുടങ്ങിയിരുന്നോ? കോഴിക്കോടുകാരെങ്കിലും? ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. കോഴിക്കോട് നിന്ന് ആരെങ്കിലും ലാബില് പോയിരുന്നോ? അതോ നിങ്ങൾ വേറായിട്ട് ക്ലാസ്സിൽ ഫസ്റ്റ് ടൈം ഇരിക്കുകയാണോ? ഹലോ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്ത്. എന്തോ? പറഞ്ഞോളൂ. HTML ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ല നിങ്ങൾ ലാബ് കണ്ടല്ലോ. ഓക്കെ. അവിടെ എന്തോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് പറഞ്ഞത്? വിൻഡോസ് ആണോ ലിനക്സ് ആണോ ചെയ്തത്? വിൻഡോസ് ആണ്. ഓക്കെ, അത്ര അറിയാൻ വേണ്ടിയാണ്. അപ്പൊ വിൻഡോസ് ആണ്. ഞാനും വിൻഡോസ്. ഓക്കെ, അത് മതി. അതിൽ കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ അവിടെ എന്ത് തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഉപയോഗിക്കുക, അതിനനുസരിച്ച് എനിക്ക് ഇവിടെ കമാൻഡ് മാറ്റി പറഞ്ഞു തരേണ്ടി വരും. അതുകൊണ്ട് ചോദിച്ചെന്നുള്ളത്. അപ്പൊ നിങ്ങൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നത്, കുഴപ്പമില്ല. ഓക്കെ, അവിടെ നിങ്ങളുടെ ഇൻസ്ട്രക്ടറോട് പറയണം ഞാനിവിടെ ഉപയോഗിക്കുന്നത് മിങ് GW എന്ന് പറയുന്ന C കമ്പൈലർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് GCC, അതായത് GNU എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? GNU is not. 5 പേരും ഒരേ റൂമിൽ തന്നെ ഉണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വിൻഡോസിലെ ഇതൊരു പ്രോഗ്രാമാണ്. ഇത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. സോ ഞാൻ ഇതിന്റെ കമാൻഡ് പ്രോംപ്റ്റിലേക്ക് ഞാൻ വരും. ഇതൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളവിടെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക്
സി കോളെന്നോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള കമാൻഡ് പ്രോംപ്റ്റ് ആയിരിക്കും. അതൊന്നും പ്രശ്നമല്ല. കമാൻഡ് എന്താണ് കൊടുക്കുന്നതെന്നോ അല്ലെ ടൈപ്പ് ചെയ്യുന്നതെന്നോ മാത്രം വളരെ ശ്രദ്ധയോടെ നോക്കുക. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് DAR എന്ന് പറയുന്ന കമാൻഡ് ഇടുമ്പോൾ നമുക്ക് അവിടെ ഫയൽസിന്റെ ലിസ്റ്റ് ഇടും. അപ്പൊ hello.c എന്നായിരുന്നു ഞാൻ ഫയലിന്റെ പേര് കൊടുത്തത്. ആ ഫയൽ അവിടെ ഉണ്ട്. എന്താണ് ഇതിന്റെ കണ്ടന്റ്സ് എന്നൊക്കെ കാണണമെങ്കിൽ നമുക്ക് അത് ടൈപ്പ് ചെയ്യും ഇങ്ങനെ. അപ്പോൾ അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫയലിൽ കണ്ടന്റ് ഉണ്ട്. ഇനി ഞാൻ കമാൻഡ് കൊടുക്കും. ഞാൻ ഉപയോഗിക്കുന്ന കമ്പൈലർ GNU-C കമ്പൈലർ എന്ന് പറയും. GNU ഈസ് അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് GNU ഈസ് നോട്ട് യുണിക്സ് എന്നുള്ളതിന്റെ ചുരുക്കപ്പേരാണ്. ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് റിച്ചാർഡ് സ്റ്റാൾമാൻ എന്ന് പറയുന്ന ആളാണ്. ഒരു മണി വരെ ഒരു ക്ലാസ്സാണ്. എന്റെ ഇത് കണക്ഷൻ പോയി. ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാല് 1 മണിക്കൂർ കൃത്യമാകുമ്പോ ഇത് സൂം മീറ്റിംഗ് ഔട്ട് ആക്കും. അങ്ങനെ അത് പോയതാണ്, കണക്ഷൻ പോയതാണ്. ഓക്കെ ഗുഡ്. നമ്മുടെ മീറ്റിംഗിന്റെ കണക്ഷൻ ഒരു മണിക്കൂറേ കിട്ടത്തുള്ളൂ. അപ്പൊ അത് ഫ്രീ വേറെ ഉപയോഗിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് കൃത്യം എക്സാക്ട് ആ ടൈം ആകുമ്പോൾ അത് കട്ടാവും. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഒന്നുകൂടെ കയറുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പൊ നമ്മള് കുറച്ചു പേര് ഔട്ടായെന്ന് തോന്നുന്നു. എല്ലാരും സെയിം ലിങ്കിൽ ഒന്നുകൂടെ കണക്ട് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ, കിട്ടിയെന്ന് തോന്നുന്നു. എല്ലാവർക്കും ആയോ? എല്ലാരും ആയോ? കോഴിക്കോട് എന്നുള്ള ടീമുകൾ കണക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. കോഴിക്കോട് നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. എല്ലാരും കയറിയോ? ഓക്കെ. റിയൽമി നർസോ അല്ലേ? ഓക്കെ, ശരി, ഗുഡ്. അപ്പൊ നമ്മൾ പറയുന്ന കേൾക്കുന്നുണ്ട്. GNU എന്ന് പറയുന്ന റിച്ചാർഡ് സ്റ്റാൾമാനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അദ്ദേഹം ഇവിടെ ഇന്ത്യയിലൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ ഫ്രീ സോഫ്റ്റ്വെയർ, ഓപ്പൺ സോഫ്റ്റ്വെയറിന്റെ പ്രൊപ്പോണന്റ് ആണ്. നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത പ്രസ്ഥാനമാണ് GNU. അവര് കുറെ കമ്പൈലർ ടൂൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ GNU-C എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, GNU-C കമ്പൈലർ. അതിന്റെ ചുരുക്കം GCC എന്ന് പറയും. GNU-C കമ്പൈലർ എന്നുള്ളതിന്റെ ചുരുക്കമായിട്ടാണ് ആ പ്രോഗ്രാമിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ GCC എന്ന് പറയും. ശ്രദ്ധിക്കുക, അതെല്ലാം സ്മോൾ കേസിലാണ് ടൈപ്പ് ചെയ്യുന്നത്, ഒന്ന് ക്യാപിറ്റൽ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോ ഇതാണ് കമ്പൈലർ. ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പൈലർ എന്ന് പറയുന്നത് എന്റെ പ്രോഗ്രാം മൊത്തമായിട്ട് കമ്പൈൽ ചെയ്ത് ബൈനറി ആക്കി മാറ്റുന്ന പ്രോഗ്രാം. ഞാൻ അതിന് ഉള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ കൊടുക്കും. ഞാൻ പറയാണ് hello.ca കമ്പൈൽ ചെയ്യുക, ഔട്ട്പുട്ട് hello.exe വെക്കുക, exe എന്ന് പറയുന്നത് വിൻഡോസിലും ഒക്കെ എക്സിക്യൂട്ടബിൾ ഫയലിനെ കാണിക്കാനായിട്ട് കൊടുക്കുന്ന ചില ഇതാണ്. എക്സിക്യൂട്ടബിൾ ഫയലിന്റെ എക്സ്റ്റൻഷൻ ആണ്. നമ്മളിവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഫയലിന് ഞാൻ ഒരു പേരും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു .c ഇട്ടിട്ടുണ്ട്. .c എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ ആ ഫയൽ ഒരു C പ്രോഗ്രാം ആണെന്നാണ് ചുരുക്കം. C പ്രോഗ്രാമുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഫയലുകളെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി .c എന്ന് കൊടുക്കും.
അപ്പൊ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? കമാൻഡ്സ് GCC hello.c ഔട്ട്പുട്ട് പ്ലേസ് ഇൻ hello.c. ഞാൻ എൻ്റർ അടിച്ചു, എൻ്റർ കീ പ്രസ് ചെയ്യണം. ഒരു കമാൻഡ് റൺ ചെയ്യണമെങ്കിൽ ആ കമാൻഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യണം. പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല, എറർ ഒന്നും കണ്ടില്ല. തിരിച്ച് വീണ്ടും പ്രോംപ്റ്റിലേക്ക് തന്നെ തിരികെ വന്നു. ഞാനിങ്ങനെ DIR എടുത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ഇവിടെ hello.cയും ഉണ്ട്, hello.executable ഉണ്ട്. രണ്ട് സൈസ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ, അതൊക്കെ നോക്കാം. hello.exeയും ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് കറണ്ട് ഡയറക്ടറിയിലെ hello.exe റൺ ചെയ്യാം. ഇതൊക്കെ എന്താണ്? ഈ ഡോട്ട് സ്ലാഷ് ഇടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അതായത് ലാബിലെ ടീച്ചർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. കുറച്ചുകൂടി നമുക്കത് റൺ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ ട്രേസ് ചെയ്താൽ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ആദ്യം ഒരു എഡിറ്റർ എടുത്തു, എന്തെങ്കിലും തരത്തിലുള്ള ടെക്സ്റ്റ് എഡിറ്റർ. ഇത് തന്നെ ഉപയോഗിക്കണം. സബ്ലിം ടെക്സ്റ്റ് വേണമെന്ന് തന്നെ ഇല്ല. Notepad++ ഉണ്ട്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എഡിറ്റർ ഉപയോഗിച്ച് നമ്മൾ ആദ്യം കുറെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തു. ഒരു പ്രോഗ്രാം, ഇതാണ് ഏറ്റവും മിനിമം C പ്രോഗ്രാം, അത് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിനുശേഷം നമ്മൾ അത് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് വന്നു. അത് സൂക്ഷിച്ചിരിക്കുന്ന ഡയറക്ടറിയിൽ വന്നിട്ട് നമ്മൾ GCC എന്ന് പറയുന്ന കമാൻഡ് വഴി നമ്മൾ പറഞ്ഞു ഈ സോഴ്സ് പ്രോഗ്രാമിനെ, C പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുക. അതിനാണ് ഇത് കൊടുത്തത്. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ പണി എന്ന് പറയുന്നത് ഈ സോഴ്സ് പ്രോഗ്രാം എടുത്ത് അതിനകത്ത് കമ്പൈൽ ചെയ്ത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നിർദ്ദേശങ്ങൾ ഉണ്ടാക്കി എഴുതുക. അങ്ങനെ ബൈനറി നിർദ്ദേശങ്ങളാക്കി മാറ്റി. അപ്പൊ അങ്ങനെ ബൈനറി നിർദ്ദേശങ്ങളാക്കി മാറ്റിയതിനെ നമ്മൾ എന്ത് ചെയ്തു? കമ്പ്യൂട്ടറിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കൊടുത്തു. ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇത് കമാൻഡ് പ്രോംപ്റ്റിൽ നമ്മൾ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അടിക്കുമ്പോൾ അതൊരു കമാൻഡ് ആണെന്ന് സിസ്റ്റം മനസ്സിലാക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഇൻസ്ട്രക്ഷൻ എവിടെയാണോ ഡിസ്കിൽ സൂക്ഷിച്ചിരിക്കുന്നത് അവിടുന്ന് അത് എടുത്തുകൊണ്ടുവന്ന് മെമ്മറിയിൽ വെച്ച് റൺ ചെയ്യും. റൺ ചെയ്യുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും. അതങ്ങനെയാണ് ഈ ഹെലോ വേൾഡ് ഇവിടെ സ്ക്രീനിൽ വന്നത്. ഇവിടെ നമ്മൾ ഒരു വാക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ, printf. ഇത് ഔട്ട്പുട്ട്, സ്ക്രീനിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഔട്ട്പുട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കമാൻഡാണ്. പക്ഷെ ഇതൊരു എന്താണ്, C ലാംഗ്വേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, C ലാംഗ്വേജിലുള്ളതല്ല. ഇത് ലൈബ്രറി ഫങ്ഷൻസ് അറിയപ്പെടും. ലൈബ്രറി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? C കമ്പൈലർ എഴുതിയ ആൾക്കാർ നമുക്ക് സൗകര്യത്തിന് വേണ്ടി, ബാക്കിയുള്ളവരൊന്നും ഇവരെ പോലെ അത്ര പ്രഗത്ഭരല്ലല്ലോ. അപ്പോൾ അവർക്ക് നമുക്ക് വേണ്ടി കുറച്ച് സൗകര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ലൈബ്രറീസ് ആക്കി ബൈനറി ആക്കി വെച്ചിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് ഈ printf എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ ഇത് ഉപയോഗിച്ചത്. പക്ഷേ C കമ്പൈലറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? എന്തെങ്കിലും കാര്യം ഉപയോഗിക്കണേ അതിനു മുമ്പ് അതിനോട് ഇത് വരുന്നുണ്ട് അല്ലെ ഇതിനി ഉപയോഗിക്കാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം പറയണം, മുൻകൂട്ടി പറയണം. അങ്ങനെ മുൻകൂട്ടി പറയാനായിട്ട്, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ C പ്രോഗ്രാമിംഗ് തന്നിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് എല്ലാം കൂടെ എഴുതി വെച്ചിരിക്കുന്ന സ്ഥലമാണ് STDIO, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ളതിന്റെ ചുരുക്കമാണ് ഈ STDIO. അതൊരു ഹെഡർ ഫയൽ എന്ന് പറയും. ഇത് പ്രീ പ്രോസസർ എന്ന് പറയുന്ന ഐഡിയ ആണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രീ പ്രോസസർ നമ്മൾ പ്രോഗ്രാമിംഗിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇപ്പൊ നമ്മൾ ഇതിങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് കാണാതെ അങ്ങ് പഠിക്കാം. #include stdio.h എഴുതണം. അതിന്റെ അപ്പുറം ഇപ്പുറം ഓരോ ആംഗുലർ ബ്രാക്കറ്റ് അല്ലെ ഷെവറോൺസ് ആയിരിക്കണം. അത് ലെസ് ദാൻ സിമ്പിൾ എന്നോ ഗ്രേറ്റർ ദാൻ സിമ്പിൾ എന്നോ എങ്ങനെ വേണം, നിങ്ങളുടെ ഇഷ്ടം പോലെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. എന്ന് പറയുന്ന ലെറ്റർ ആദ്യം ഉണ്ടായിരിക്കണം. ഇൻക്ലൂഡ് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഒരു വേർഡ് എന്ന് പറയുന്ന വോയിഡ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വോയിഡ് തന്നെ വേണമെന്നില്ല, ഇവിടെ ഇന്റെന്ന് എഴുതിയാലും കുഴപ്പമില്ല, അത് നമുക്ക് മറ്റേ മനസ്സിലാവും. ഓക്കെ, അടുത്തത് മെയിൻ എന്ന് പറയുന്ന ഒരു വാക്ക് എഴുതണം. അത് കഴിഞ്ഞിട്ട് 2 ബ്രാക്കറ്റ് ഇടണം, പരന്തസിസ് എന്ന് പറയും. അത് കഴിഞ്ഞ് ഒരു സ്ക്വയർ കേളി ബ്രാക്കറ്റ് ഇടണം. അടുത്ത ഒരു കേളി ബ്രാക്കറ്റ് ഇടണം. അതിനിടയ്ക്കായിരിക്കണം സ്റ്റേറ്റ്മെന്റ്സ് എഴുതണം. അപ്പൊ ഇത്തരം വോയിഡ് മെയിൻ എന്ന് പറയുന്ന ആ ടൈപ്പ് ചെയ്ത ഭാഗത്തിന് ശേഷം ഒരു കേളി ബ്രാക്കറ്റ് തുടങ്ങി അടുത്ത കേളി ബ്രാക്കറ്റ് തീരുന്നിടം വരെയുള്ള കാര്യങ്ങളാണ് പ്രോഗ്രാം. ഇതാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇതിനെയാണ് കമ്പൈലർ എന്ന് പറയുന്ന ടൂൾ എടുത്തിട്ട് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്നത്, ഡിസ്കിൽ വെച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം പ്രോഗ്രാമുകൾ ഇനി ഇവിടെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം, ഓരോരോ കാര്യങ്ങൾ ഓരോ രീതിയിൽ എഴുതി നമുക്ക് ഓരോ ഔട്ട്പുട്ട് ഉണ്ടാക്കി അച്ചീവ് ചെയ്യുക. നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇമെയിൽ എഴുതണം, അല്ലെങ്കിൽ ഒരു
ഇമെയിൽ സെൻഡ് ചെയ്യണം, ഒരു ഫയൽ ഉണ്ടാക്കണം, കുറച്ച് പേരുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ റിക്വയർമെന്റ്. അതിന് എങ്ങനെ എഴുതിയാൽ അത് സാധിക്കും? ഇവിടെ ഈ പാർട്ടില് എങ്ങനെ എഴുതിയാൽ സാധിക്കും, ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു പ്രോഗ്രാം, സി പ്രോഗ്രാം. അപ്പോ ഫോർ ദ ടൈം ബീങ് നമുക്ക് ഇന്ന് ഇവിടുത്തെ ഇതുകൊണ്ട് മൈൻഡ് ചെയ്യാം. കാരണം ഇത് കുറച്ചുണ്ട്. നമ്മൾ ഇന്ന് അഡീഷണലി തിരൂരുകാർക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കോഴിക്കോടുകാർക്ക് പ്രസന്റ് ചെയ്ത്. ഓക്കെ, ഇത് ഒന്ന് എഴുതിയെടുത്ത്, ഇത് 4-5 ലൈനല്ലേ ഉള്ളൂ. ഇത് എഴുതിയെടുത്ത് ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ കമ്പൈലിംഗ് സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയി നിങ്ങളുടെ ലാബിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഇനി പിന്നെ അങ്ങോട്ട് ഇത് തന്നെയായിരിക്കും പിന്നെ ഓരോ പ്രോബ്ലത്തിനും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ബേസിക്കലി ഒരു പ്രോഗ്രാം എഴുതുന്നു, സേവ് ചെയ്യുന്നു, കമാൻഡ് പ്രോംപ്റ്റ് വരുന്നു, കമ്പൈൽ ചെയ്യുന്നു, കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ടബിൾ ഉണ്ടാക്കുന്നു, എക്സിക്യൂട്ടബിൾ റൺ ചെയ്ത് നോക്കും. എക്സിക്യൂട്ടബിൾ റൺ ചെയ്ത് നമ്മളിവിടെ ടൈപ്പിങ്ങിൽ എന്തെങ്കിലും എറർ വരുത്തിയാൽ, ഇവിടെ നമ്മളിപ്പോ ഇത് ഇങ്ങനെ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടാൻ വിട്ടുപോയി. ഓക്കെ, സേവ് ചെയ്തു. എന്താണ് സംഭവം? നമ്മൾ വിട്ടുപോകുമ്പോൾ നമുക്ക് ഒരു ഇത് വരും. നമ്മളിങ്ങനെ കമ്പൈൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവ പറയും ഇതാണ് എറർ സ്ക്രീൻ, സിൻടാക്സ് എററുകൾ ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരു എറർ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എഴുതിയത് ശരിയല്ലെന്നാണ്. ഇവിടെ പറഞ്ഞു എറർ എക്സ്പെക്ടഡ് സെമികോളൻ ബിഫോർ ബ്രാക്കറ്റ്, അത് ഉണ്ടാവും. ഇവിടെ വന്ന് ശരിക്കും പറഞ്ഞാൽ എറർ എക്സ്പെക്ടഡ് ബ്രാക്കറ്റ് ഇടാൻ മറന്നുപോയി, ബിഫോർ സെമിക്കോളിന് മുമ്പ് ഇത് ഇടണം എന്നാണ് കമ്പൈലർ നമ്മളോട് പറയുന്നത്. ഇത്ര എറർ മെസ്സേജസ് നമുക്ക് കാണാൻ പറ്റും. അത് തിരുത്തുക. എല്ലാം പ്രോപ്പറായിട്ട് എഴുതി കഴിഞ്ഞാൽ, സിൻടാക്സിൽ കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കമ്പൈൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എറർ മെസ്സേജുകളൊന്നും വരത്തില്ല. പ്രോപ്പറായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് dir എന്ന് പറയുന്ന കമാൻഡ് വഴി അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ, കറക്റ്റായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റൺ ചെയ്യാം. ഇങ്ങനെ അതിന്റെ ഔട്ട്പുട്ട് ടെസ്റ്റ് ചെയ്യാം. പലതരത്തിലുള്ള ഇൻപുട്ട് കൊടുക്കേണ്ട എങ്ങനെയെന്നൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ക്ലാസ് കുറച്ചുകൂടെ വിപുലമായി. പോസിബിളി നിങ്ങളുടെ രണ്ട് തിരൂരും കോഴിക്കോടും ഇവരെല്ലാം കൂടെ ഒന്നും കൂടിച്ചേർന്നിട്ട് ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റാനായിട്ട് അതിന്റെ കോർഡിനേറ്റേഴ്സിനോട് ഞാനൊന്ന് ആവശ്യപ്പെടുന്നത്, ജ്യോതി മിസ്സോ അവര് തിരൂരിലെ സാറും കൂടെ ആലോചിച്ചിട്ട് ഒരുമിച്ചാക്കാണ്, ഒരു സിംഗിൾ ഗ്രൂപ്പിലാക്കാണ്. എന്താണ് അതിന്റെ ഗുണം എന്ന് ചോദിച്ചാൽ, എനിക്ക് ഒരിടത്ത് ലിങ്ക് ഇട്ടാൽ മതി. എന്തെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് പാസ് ചെയ്യണമെങ്കിൽ ആ ഒരൊറ്റ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. അല്ലെ ഇപ്പൊ ഞാൻ 2 ഗ്രൂപ്പിൽ ഇങ്ങനെ മാറിയുള്ളൂ. പിന്നെ തന്നെയല്ല, ക്ലാസ് ഇല്ല എന്നുള്ള അനൗൺസ്മെന്റോ അല്ലെ ക്ലാസ് മാറ്റം ഉണ്ടെങ്കിൽ പോസ്റ്റ്പോൺമെന്റോ എല്ലാം ഒന്ന് അറിയിക്കണം. ഞാൻ 2 ഗ്രൂപ്പിൽ പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സിനെ വിളിക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു കമ്പൈൻഡ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന കാര്യം ഉണ്ടാവും. നിങ്ങൾ അതിലേക്ക് മാറും, കുഴപ്പമില്ല. ഇപ്പോൾ ഉള്ള ഗ്രൂപ്പ് കിടന്നോട്ടെ, അത് ബാക്കി വേറെ ക്ലാസ്സുകൾക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം നമ്മൾ ഒരു കമ്പൈൻഡ് ഗ്രൂപ്പിൽ ഒരുമിച്ച് ക്ലാസ്, അപ്പം നിങ്ങൾ പരസ്പരം പരിചയപ്പെടുകയും പരസ്പരം ഐഡിയാസ് അല്ലെങ്കിൽ പ്രോബ്ലം ഇതൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ഒരു PGDC ഓൾ കേരള ഗ്രൂപ്പ് ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി. താങ്ക് യു. എന്തെങ്കിലും ഉണ്ടോ, പറയാനുണ്ടോ? നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.